Hello everyone, welcome back to our channel. I am Ilhan. ഇന്ന് നമ്മൾ ഒരു പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒത്തിരി ദൂരേക്കൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മുടെ വീടിൻ്റെ മുൻപിലുള്ള കുറച്ച് തോട്ടത്തിലും പറമ്പിലും വഴികളിലും ഒക്കെ പോയിട്ട് പ്ലാന്റ്സ് ഹണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ പ്ലാന്റ് ഹണ്ടിങ്ങിൻ്റെ പ്രത്യേകത, നമ്മൾ സാധാരണ പ്ലാന്റ്സ് ഒന്നും ഹണ്ട് ചെയ്യുന്നില്ല. ഫേണാണ് ഇന്ന് നമ്മൾ കളക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ റബ്ബർ തോട്ടത്തിലേക്ക് കയറി. അപ്പോൾ കയറിയപ്പോഴാണ് ഇവിടെ കുറേ റബ്ബറിൻ്റെ കായകളിങ്ങനെ നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടു. ഇതുണ്ടോ? അപ്പോൾ ചെറുപ്പത്തിലൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് ഞങ്ങൾ ഈ റബ്ബറിൻ്റെ കായൊക്കെ ഒരുപാട് ഇങ്ങനെ പെറുക്കി കൂട്ടി വെക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ആ ഒരു കാലത്തിലേക്കൊക്കെ പോയി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഈ പറമ്പിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ മുഴുവൻ ഇങ്ങനെ വട്ടയാണുള്ളത്. അപ്പോൾ ഈ കാണുന്ന പൂവ് വട്ടയിലയുടെ പൂവാണ്. നല്ല ഭംഗിയാണിത് കാണാൻ. നല്ല വൈറ്റ് കളറിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫേൺ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിങ്ങനെ റബ്ബർ തോട്ടത്തിലൊക്കെ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ആ ഒരു ഫേൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫേൺ പറിക്കുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും സാധനം വെച്ചിട്ട് മണ്ണോടുകൂടി വേരോടുകൂടി ഇളക്കി എടുക്കുകയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഫേൺ കിട്ടില്ല, അതിൻ്റെ തണ്ട് മാത്രമായിട്ട് ഒടിഞ്ഞ് നമ്മുടെ കയ്യിലിരിക്കും. ആദ്യത്തെ ഫേൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഫേണിൻ്റെ പേര് എനിക്കങ്ങനെ അറിയില്ല. ഇത് വേറൊരു ഫേണാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് ഭഗവാൻ കതിർ എന്നാണ് പറയുന്നത്. ഈ മതിലിലൊക്കെ നിറയെ ഉണ്ടായി നിൽക്കുന്ന ഒരു ഫേണാണിത്. അപ്പോൾ ഇത് നമ്മൾ ഓണത്തിനൊക്കെ പൂക്കളം ഇടാനായിട്ട് പറിച്ചെടുക്കാറുണ്ടായിരുന്നു. എന്നിട്ട് അതിങ്ങനെ പൂക്കളം ഇടും, അരിഞ്ഞരിഞ്ഞൊക്കെ പൂക്കളം ഇടും. പിന്നെ ഇതിങ്ങനെ നിവർത്തി വെച്ചിട്ടൊക്കെ പല ടൈപ്പിലുള്ള പൂക്കളൊക്കെ ഇടുമായിരുന്നു. അപ്പോൾ ഇത് ഒരു ഫേണാണ്. ഇത് വേറൊരു ഫേണാണ്, അതിൻ്റെ തന്നെ ഒരു കുഞ്ഞു ടൈപ്പ്. പിന്നെ ഈ കാണുന്നതും വേറൊരു ഫേണാണ്. എന്തൊരു ക്യൂട്ടാണിത് കാണാനല്ലേ, നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. അപ്പോൾ ഇതെന്തായാലും ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒത്തിരി നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ കയ്യാലയുടെ പുറത്തിങ്ങനെ പിടിച്ച് നിൽക്കുന്നതാണ്. പറിച്ചപ്പോൾ ഇതല്ല കിട്ടിയത്, വേറൊരു ചെടിയാണ് കിട്ടിയത്. പക്ഷേ ഇതൊക്കെ പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. എന്തായാലും അത് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇത് കണ്ടപ്പോൾ മനസ്സിലായല്ലേ ഏതാണ് ഫേണെന്നൊക്കെ. ഇതിൻ്റെ പേരൊന്നും നമുക്കറിയത്തില്ല. പിന്നെ കിട്ടിയത് ഈ ഒരു ഫേണാണ്. ഇതിങ്ങനെ വള്ളിയായിട്ട് ഇങ്ങനെ തടിയിലും മരത്തേലൊക്കെ കയറി പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് നമുക്ക് ഈ കയ്യാലപ്പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ വേരോടുകൂടി കിട്ടി. പിന്നെ കണ്ടത് ഈ ഒരു ഫേണാണ്. ഇതിൻ്റെ പുറത്ത് കുറച്ച് മണ്ണ് തെറിച്ചിരിക്കുന്ന കേട്ടോ, അങ്ങനെ ഒരു ഡിസൈൻ പോലെ. നല്ല രസമാണ് ഇത് കാണാൻ. അപ്പോൾ ഈ ഫേൺ കണ്ടോ, ഇത് നമ്മൾ ടാറ്റു ഒക്കെ കുത്താനായിട്ട് പണ്ട് ചെറുപ്പത്തിൽ കയ്യിൽ ടാറ്റു അടിക്കുന്ന ഒരു ഫേണില്ലേ, ആ ഒരു ഫേണാണിത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ടാറ്റു ഒന്നും കുത്തി നോക്കിയൊന്നുമില്ല, പക്ഷെ അത് കണ്ടപ്പോൾ അതിൻ്റെ ഓർമ്മകളൊക്കെ വന്ന് നല്ലൊരു സന്തോഷം തോന്നി. പറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ വെളുത്ത നിറത്തിലുണ്ടാവും, അതാണ് നമ്മൾ ടാറ്റു ആക്കി വെക്കുന്നത്. പിന്നെ ഇവിടെ പാടത്താളി എന്ന് പറഞ്ഞിട്ട് ഒരു താളിയാണിത് ശരിക്കും. കണ്ടോ? ഇതിൻ്റെ ഒരു കളറ് കണ്ടോ? ആ ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് ഇതിന്. അപ്പോൾ ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് പോകുന്നതാണ്. ഒരു ക്രീപ്പിംഗ് ആയിട്ട് വളർന്നു പോകുന്ന ഒരു പ്ലാന്റാണിത്. ഇത് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെടി, ഹൗസ് പ്ലാന്റ് ഒന്നുമല്ല, കാട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു താളിയാണ്. നമ്മൾ തലയിൽ തേക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു താളിയാണ്. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ക്രീപ്പിംഗ് ആയിട്ട് വളർത്താൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറിക്കാനായിട്ട് ശ്രമിച്ചു നോക്കി. പക്ഷേ അത് അവിടെ നിന്ന് പോരുന്നുണ്ടായിരുന്നില്ല. നല്ല ബലത്തിലാണ് നിൽക്കുന്നത്. എൻ്റെ വള്ളിക്കൊട്ടും ഇതില്ല, പക്ഷെ നല്ല ബലത്തിലാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യം പറിച്ചതുപോലത്തെ വേറൊരു ഫേണും കൂടെ കിട്ടി. അതും കൂടെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതെനിക്ക് എന്തോ വല്ലാത്തൊരു ഇഷ്ടം തോന്നിയ ഒരു ഫേണാണ് കേട്ടോ ഇത്. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് ഈ ഒരു ചെടി കണ്ടോ, ഇത് ഒരു പൂക്കളുണ്ടാവുന്ന ചെടിയാണിത്. ഇത് ഈ പരിസരത്ത് നിന്നതാണ്. ഇതിൻ്റെ ഇല കണ്ടോ, നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈനൊക്കെ ഉള്ള ഇലയൊക്കെയാണ്. അപ്പോൾ ഈ പറമ്പിൽ ഇത് കുറേ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളെ വെറുതെ കാണിച്ചു എന്നുള്ളൂ. ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് പറഞ്ഞു തരാം കേട്ടോ. ഒത്തിരി നിൽക്കുന്നുണ്ട് ഇത്. പക്ഷെ ഞാനിപ്പോൾ ഇത് പറിക്കുന്നില്ല. ഇപ്പം നമ്മൾ ഈ പ്ലാന്റ് അല്ലല്ലോ ഹണ്ട് ചെയ്യുന്നത്, നമ്മൾ ഇന്ന് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഫേണിലാണല്ലോ. അതുകൊണ്ട് ഇത് പറിച്ചില്ല, വെറുതെ നിങ്ങൾ കാണിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വേറൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇത് വലിയൊരു മതിലാണ്. ഈ മതിലിൽ മുഴുവൻ ഒരു ടൈപ്പ് ഫേൺ നിൽക്കുന്നുണ്ട്. കണ്ടോ? നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ ആ ഭംഗി കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ നിറയെ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ കിടക്കുകയാണ്. അതിനെന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. വല്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ അതിന്.
അപ്പോൾ ഇത് നമ്മൾ റോട്ടിൽ കൂടെ നടന്ന് എന്നും പോകുന്ന ഒരു വഴിയൊക്കെയാണിത്. പക്ഷേ ഞാൻ പണ്ടൊന്നും ഇതങ്ങനെ ഇവിടെ കണ്ടിട്ടില്ല. ഇത് ഈ ഇടയ്ക്കാണെന്ന് തോന്നുന്നു ഈ ഫേൺ ഇവിടെ വന്നത്. അപ്പോൾ ഇതിങ്ങനെ കുറേ ഒന്നിച്ച് കൂട്ടമായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ കുറച്ച് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു പരിസരം മുഴുവൻ ഈ ഫേൺ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒരെണ്ണമൊന്നും വെച്ചാൽ ഭംഗിയില്ല, കുറച്ചധികം ഒന്നിച്ചിങ്ങനെ വെക്കുമ്പോൾ ഭംഗിയുണ്ടാവും. അപ്പോൾ എന്തായാലും ഈ മതിലിൻ്റെ മേളിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇത് പറിച്ചെടുക്കാൻ നല്ല എളുപ്പമാട്ടോ, പെട്ടെന്നങ്ങ് പോരുന്നുണ്ട്. ഈ വേരൊന്നും ഒത്തിരി ആഴത്തിലേക്കല്ല ഇതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ചധികം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ഥലത്ത് നമ്മൾ കണ്ടത് ഈ ഒരു ഫേണാണ്. ഇത് നമ്മുടെ നാട്ടിലും മുറ്റത്തും പറമ്പിലൊക്കെ കാണുന്ന ഒരു ചെടി തന്നെയാണിത്. പക്ഷേ ഇതിങ്ങനെ കൂട്ടായിട്ട് നിൽക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഇവിടെ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ആയതുകൊണ്ട് ഞാൻ കയ്യിൽ ഗ്ലൗസോ അങ്ങനെയൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഈ പാമ്പുണ്ടോ ചേമ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഇത് എല്ലാം പറിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുള്ളൂ. കാരണം എനിക്ക് ഈ പാമ്പിനെയൊക്കെ ഭയങ്കര പേടിയാന്നേ. അപ്പോൾ ഇവിടെ പ്രശ്നമൊന്നുമില്ല, റോഡ് സൈഡ് തന്നെയാണ്, നമ്മൾ നടന്നു പോകുന്ന റോഡിൻ്റെ സൈഡാണ്. കാണുമ്പോൾ ഇച്ചിരി ഭീകരതയും കാട് പോലെയൊക്കെ തോന്നുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് വളരെ ശ്രദ്ധിച്ചാണ് നമ്മളിത് പറിച്ചെടുത്തത്. കാരണം വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ പറയാൻ സാധ്യതയുണ്ട്, അവിടെ നോക്കണം, ശ്രദ്ധിക്കണം, ഇങ്ങനെ കാട്ടിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം, ഇഴജന്തുക്കൾ ഉണ്ടാവുമോ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് കണ്ടോ, അപ്പം നിറയെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ കുറച്ചധികം പറിച്ചെടുത്തിട്ടുണ്ട്. കാരണം നമുക്കൊരു ഫേൺ ഗാർഡൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറേ അധികം പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഒരു ഫേൺ നമ്മൾ ആദ്യം പറിച്ചില്ലേ, അതിൻ്റെ കുറച്ചധികം ഈ പാറപ്പുറത്തേക്ക് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പാറപ്പുറത്ത് പറ്റി പിടിച്ച് നിൽക്കുന്ന കേട്ടോ, കല്ലിൻ്റെ പുറത്തൊക്കെ പറ്റി പിടിച്ച് നിൽക്കുന്ന ഫേണാണിത്. ഇതിൻ്റെ കളറ് തന്നെയാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ. നല്ല ഡാർക്ക് ഗ്രീൻ കളർ, മറ്റുള്ള ഗ്രീനിൻ്റെ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് അത് കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടല്ലോ. അടുത്ത് നിൽക്കുന്ന ഇലകൾക്കൊക്കെ വേറൊരു ഗ്രീനും ഇതിന് വേറൊരു ഗ്രീനാണല്ലോ. അപ്പോൾ ഇത് കുറേ ഇവിടെ പാറപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്നും കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ടെററിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് വെക്കാൻ പറ്റുന്ന ഒരു ഫേണാണ്. കാരണം ഇതങ്ങനെ പെട്ടെന്ന് പോകത്തില്ല, ഇത് പിടിച്ചു കിട്ടിയാൽ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫേൺ ഹണ്ടിങ് യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.